പൂന്തോട്ട ഭൂപ്രകൃതികൾക്ക് സൗന്ദര്യവും സൗരഭ്യവും നൽകുന്ന വൈവിധ്യമാർന്നതും ദൃശ്യപരമായ ആകർഷകവുമായ ഒരു കുറ്റിച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. റൊണ്ടലറ്റിയ ലുക്കോഫില്ല എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പനാമ റോസ് റൂബിയസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പനാമ റോസ് ഒരു പൂച്ചെടികളുടെ ജനുസാണ്. ഇതിൽ ഏകദേശം 160 ഇനങ്ങളുണ്ട്. ഇതിൽ പലതും അലങ്കാര സസ്യമായി വ്യാപകമായി വളർത്തുന്നു. മറ്റു പല ഇനങ്ങളും ഇന്ന് വ്യാപകമായി പൂന്തോട്ടങ്ങളിൽ കാണപ്പെടുന്നു. മധ്യ അമേരിക്കയിലും കരീബിയൻ പ്രദേശങ്ങളിലും കണ്ടുവന്നിരുന്ന പൂക്കുന്ന ഒരു കുറ്റിച്ചെടിയായിരുന്നു പനാമ റോസ്. റൂബിയസി കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടി ലോകവ്യാപകമാണ്. അതിന്റെ പ്രധാന കാരണം ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ കാലാവസ്ഥകളിൽ വർഷം മുഴുവനും ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിശൈത്യത്തിൽ നിന്നും ഇതിന് സംരക്ഷണം നൽകേണ്ടതാണ്. സാധാരണയായി പിങ്ക് നിറത്തിലുള്ള ട്യൂബുലാർ കാഹളം ആകൃതിയിലുള്ള പൂക്കളുടെ കൂട്ടങ്ങളാണ് ഇതിൽ വളർന്നു കാണപ്പെടുന്നത്. ഇന്ന് വെള്ളയോ ചുവപ്പോ ഇനങ്ങളും ലഭ്യമാണ്. ഇതിന്റെ പൂക്കൾ വളരെ സുഗന്ധമുള്ളതും ചിത്രശലഭങ്ങളെയും മറ്റു പരാഗണ ജീവികളെയും ആകർഷിക്കുന്നതുമാണ്. രാത്രിയിൽ ഇതിന്റെ പുഷ്പത്തിന്റെ സുഗന്ധം കൂടുതൽ തീവ്രമാണ്. പനാമ റോസ് അതിന്റെ സുഗന്ധത്താൽ ശ്രദ്ധേയമാണ്, പ്രത്യേകിച്ച് സൂര്യാസ്തമയത്തിനു ശേഷം. അലങ്കാര മൂല്യത്തിനു പുറമെ പനാമ റോസ് വളരുന്ന ചില പ്രദേശങ്ങളിൽ ഇതിന് സാംസ്കാരിക പ്രാധാന്യവുമുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഇതിന്റെ ഔഷധ ഗുണങ്ങൾക്കായി ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ആകർഷകമായ സസ്യജാലങ്ങളും ഊർജ്ജസ്വലമായ പൂക്കളും കാരണം പനാമ റോസ് സാധാരണയായി പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിലും ഹെഡ്ജുകളിലും ബോർഡറുകളിലും അല്ലെങ്കിൽ മാതൃകാ കുറ്റിച്ചെടികളായും നടുമുറ്റം, ബാൽക്കണി എന്നിവയിൽ ഒരു മികച്ച കണ്ടെയ്നർ പ്ലാന്റുകളായും വളർത്താം. കുറ്റിച്ചെടിയായി വളർത്താനാണെങ്കിൽ 3 അടി അകലത്തിലും വേലികളിൽ വളർത്താനാണെങ്കിൽ 2 അടി അകലത്തിലും നടാം. അതോടൊപ്പം ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലാന്റുമാണ്. 1753 സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനും വിഷങ്കരനും ജന്തുശാസ്ത്രജ്ഞനുമായിരുന്ന ടാക്സോണമിയുടെ പിതാവായ കാൾ ലിനേയസ് തന്റെ സ്പീഷ്യസ് പ്ലാന്റാരം എന്ന പുസ്തകത്തിൽ റൊണ്ടാലറ്റിയ എന്ന പേര് നൽകി. ഈ ജനുസിന് ഈ പേര് നൽകിയത് ഫ്രഞ്ച് വൈദ്യനായ ഗില്ലു റോണ്ടൽറ്റിന്റെ സ്മരണാർത്ഥമാണ്. പനാമ റോസ് ഒരു ഇടത്തരം വലിപ്പമുള്ള നിത്യഹരിത കുറ്റിച്ചെടിയാണ്. ഇത് സാധാരണയായി 4 മുതൽ 6 അടി വരെ ഉയരത്തിൽ വളരുന്നു. ചില അനുകൂലമായ സാഹചര്യത്തിൽ ഇത് 10 അടി വരെ വളരാം. കാണ്ഡത്തിനൊപ്പം പരസ്പരം എതിർവശത്തായി ക്രമീകരിച്ചിരിക്കുന്ന ദീർഘവൃത്താകൃതിയിലുള്ള തിളങ്ങുന്ന പച്ച ഇലകളുള്ള ഇടതൂർന്നതും വൃത്താകൃതിയിലുള്ളതും വേഗത്തിൽ വളരുന്നതുമായ സസ്യജാലങ്ങൾ ഇതിന്റെ സവിശേഷതയാണ്. ഈ ചെടി ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്നു. കൂടാതെ ജൈവ വസ്തുക്കളാൽ സമ്പന്നമായ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. ഇത് പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗിക തണലിലും നന്നായി വളരുന്നു. ചൂടുള്ള പ്രദേശങ്ങളിൽ ഈർപ്പം നിലനിർത്താൻ പതിവ് നന ആവശ്യമാണ്. അമിതമായ നനവ് ഇതിന്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ഇടയാക്കുന്നു. വളർച്ചയെത്തിയാൽ ഈ ചെടി മിതമായ വരൾച്ചയെ പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ നനയ്ക്കുമ്പോൾ മേൽമണ്ണ് ഉണങ്ങിയതിനു ശേഷം മാത്രം പതിവ് നന തുടരുക. ഈ ചെടി പൊതുവെ കുറഞ്ഞ പരിചരണം ആവശ്യമുള്ള കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു ഹാർഡി സസ്യമാണ്. ചെറുതായി അസിഡിറ്റിയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 5.6 മുതൽ 6.5 വരെയുള്ള pH ശ്രേണിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഊർജ്ജസ്വലമായ ധാരാളം പൂക്കൾക്കും ഈ ചെടിക്ക് വളപ്രയോഗം നൽകുന്നത് നല്ലതാണ്. ഈ ചെടി സജീവമായി വളരുന്ന സീസണിൽ വളപ്രയോഗം നടത്താം. ഇത് സാധാരണയായി വസന്തകാലം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെ നീളും. സജീവമല്ലാത്ത ശൈത്യകാലത്ത് വളർച്ച മന്ദഗതിയിലാകുമ്പോൾ വളപ്രയോഗം ഒഴിവാക്കുക. പൂച്ചെടികൾക്കോ മറ്റു വീട്ടുചെടികൾക്കോ വേണ്ടി രൂപപ്പെടുത്തിയ സമീകൃതവും വെള്ളത്തിൽ ലയിക്കുന്നതുമായ വളം 10ന്റെയോ 20ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK ഫോർമുലേഷൻ, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അനുപാതത്തിലുള്ള വളം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പോഷകങ്ങളുടെ സ്ഥിരമായ വിതരണത്തിന് മുൻപ് പറഞ്ഞ വളരുന്ന സീസണിൽ 4-6 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്താം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അമിതമായ പോഷകങ്ങൾ ഈ ചെടി പൂവിടുമ്പോൾ സമർത്ഥമായ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും. നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച വളം നേർപ്പിക്കുക. ഈ വളം ചെടിയുടെ ചുവട്ടിൽ തളിക്കുക. ഇലകളിലും തണ്ടുകളിലും വളം തെറിച്ചു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിലേക്ക് പോഷകങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. NPK കൂടാതെ പ്രാഥമിക മൈക്രോ ന്യൂട്രിയന്റുകളായ ഇരുമ്പ്, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയവയും ഈ ചെടിക്ക് ആവശ്യമാണ്. ഈ മൈക്രോ ന്യൂട്രിയന്റുകൾ ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ വളം തിരഞ്ഞെടുക്കുക. അതുമല്ലെങ്കിൽ
ആവശ്യാനുസരണം മൈക്രോ ന്യൂട്രിയന്റുകൾ സപ്ലിമെന്റുകൾ ഇതിനു പുറമെ നൽകുക. ഓർഗാനിക് വളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. ഈ ചെടിയുടെ വളർച്ചയും രൂപവും പതിവായി നിരീക്ഷിക്കുക. ഇലകൾ വിളറിയതായി കാണപ്പെടുകയോ വളർച്ച മുരടിക്കുകയോ ചെയ്താൽ ഇത് പോഷകത്തിന്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളപ്രയോഗം ക്രമീകരിക്കുക. പനാമ റോസിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഇവയാണ്: മുഞ്ഞ, മെലിബഗുകൾ, ചിലന്തിക്കാശ്, വിഷമഞ്ഞ്, ഇലപ്പുള്ളി, വേരുചീയൽ, ലീഫ് മൈനേഴ്സ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്തുകളിൽ നിന്നോ തണ്ടുവെട്ടി നട്ടോ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഇതിന്റെ സോഫ്റ്റ് വുഡ് കട്ടിങ്ങുകൾ നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സിൽ എളുപ്പത്തിൽ വേരുപിടിച്ച് മുളയ്ക്കുന്നതാണ്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചില പരമ്പരാഗത ഔഷധ സമ്പ്രദായങ്ങളിലും നാടോടി വൈദ്യത്തിലും ഈ ചെടിയുടെ ചില ഭാഗങ്ങൾ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പ്രാചീന കാലത്ത് ഈ ചെടി വളർന്നു വന്നിരുന്ന പ്രദേശങ്ങളിലാണ് ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഇതിന്റെ പൂക്കൾ അല്ലെങ്കിൽ ഇലകൾ ഉപയോഗിച്ചിരുന്നത്. ഈ പരമ്പരാഗത ഉപയോഗങ്ങളെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. ചില പഠനങ്ങൾ ഈ ചെടിയുടെ സത്തിന്റെ ആന്റി മൈക്രോബയൽ സാധ്യതയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കാണപ്പെടുന്ന ചില സംയുക്തങ്ങൾക്ക് ചില രോഗകാരികൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആന്റി മൈക്രോബയൽ ഗുണം ഉണ്ടെന്നാണ്. ഈ സാധ്യത സ്ഥിരീകരിക്കുന്നതിനും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനും കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. ഈ പൂക്കളുടെ സുഖകരമായ സുഗന്ധം വ്യക്തികളിൽ ശാന്തവും മാനസികാവസ്ഥ ഉയർത്തുന്നതുമായ പ്രഭാവം ഉണ്ടാക്കിയേക്കാം. അരോമ തെറാപ്പിയിൽ വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും പുഷ്പസസ്യങ്ങൾ അല്ലെങ്കിൽ പുഷ്പസുഗന്ധങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. ചില പരമ്പരാഗത വൈദ്യരീതികളിൽ പനാമ റോസ് പൂക്കളുടെ സത്ത് അല്ലെങ്കിൽ കഷായം ചർമ്മ പ്രകോപനത്തിന് പുരട്ടുന്നു. ഇത് ചർമ്മ പ്രകോപനം ശമിപ്പിക്കുകയും മുറിവ് ഉണക്കുകയും ചെയ്യുന്നു. ഈ ഉപയോഗങ്ങളെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കുറവാണ്. പക്ഷേ പരമ്പരാഗത നാടോടി വാചിക മൊഴികളിലൂടെ പല പ്രദേശങ്ങളിലും ഇത് ഒരു ചികിത്സാ മാർഗമായി തന്നെ പിന്തുടരുന്നു. പനാമ റോസിന് നാടോടി വൈദ്യത്തിൽ ചില പരമ്പരാഗത ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ഉപയോഗം നന്നായി രേഖപ്പെടുത്തുകയോ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഹെർബൽ പ്രതിവിധിക്ക് ഇതോ മറ്റേതെങ്കിലും ചെടിയോ ഔഷധ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പനാമ റോസ് ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.